സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസമുള്ളതുമായ എല്ലാ വസ്തുക്കളും അറിയപ്പെടുന്ന പദാർത്ഥം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസമുള്ളതുമായ എല്ലാ വസ്തുക്കളും പദാർത്ഥം എന്ന് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ ദ്രവ്യം. പദാർത്ഥത്തിന്റെ അവസ്ഥകൾ 7 അവസ്ഥകളാണ്: ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, കോൺസെൻട്രിക് കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ, പ്ലാസ്മ. പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. അപ്പോൾ പദാർത്ഥത്തിന്റെ 7 അവസ്ഥകൾ ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസെൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ, പ്ലാസ്മ. ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മ. ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മ. കണികകൾ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത് ഖരാവസ്ഥയിലാണ്. കണികൾ തമ്മിൽ അകലെ ഏറ്റവും കൂടുതലുള്ളത് വാതകാവസ്ഥയിലാണ്. അപ്പോൾ കണികൾ ഏറ്റവും അടുത്തിരുന്നത് ഖരാവസ്ഥയിലും കണികൾ ഏറ്റവും അകലെ ഉള്ളത് വാതകാവസ്ഥയിലുമാണ്. പ്ലാസ്മ എന്ന് പറയുന്ന അവസ്ഥയിൽ എങ്ങനെയാണ്? ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിലാണ് കാണുന്നത് പ്ലാസ്മയിൽ. ഇങ്ങനെ അവസ്ഥാ പരിവർത്തനം ഉണ്ടാവാൻ കാരണം എന്താണ്? പദാർത്ഥങ്ങളുടെ അവസ്ഥ പരിവർത്തനം കാരണം താപനിലയിലുള്ള വ്യത്യാസമാണ്. ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്നു. ഈ പ്രവർത്തനമാണ് ഉൽപ്പദനം. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രവർത്തനമാണ് ഉൽപ്പദനം. ഉൽപ്പദനം സംഭവിക്കുന്ന വസ്തുക്കൾക്ക് ഉദാഹരണമാണ് പാറ്റ, ഗുളിക, അയഡീൻ, കർപ്പൂരം എന്നിവ. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നത് അറിയപ്പെടുന്നത് വ്യാപനം. അപ്പൊ ഉൽപ്പദനം സംഭവിക്കുന്ന വസ്തുക്കളാണ് പാറ്റ, ഗുളിക, അയഡീൻ, കർപ്പൂരം എന്നിവ. ഇനി വ്യാപനം എന്താണ്? വ്യാപനം അഥവാ ഡിഫ്യൂഷൻ. വ്യാപനം എന്ന് പറഞ്ഞാൽ ചലന സ്വാതന്ത്ര്യമുള്ള കണികൾ സ്വതവേ പരസ്പരം കലരുന്നതിനാണ് വ്യാപനം എന്ന് പറയുന്നത്. ചലന സ്വാതന്ത്ര്യമുള്ള കണികൾ പരസ്പരം കലരുന്നതിനാണ് എന്ത്? ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് ശുദ്ധപദാർത്ഥങ്ങൾ. പദാർത്ഥങ്ങൾക്ക് ഒരേ സ്വഭാവമുള്ള കണികകളാണെങ്കിൽ ആ പദാർത്ഥങ്ങൾ ശുദ്ധപദാർത്ഥങ്ങളാണ്. വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാണെങ്കിൽ അത് മിശ്രിതങ്ങൾ എന്നറിയപ്പെടും. ഒരേ സ്വഭാവമുള്ളതാണെങ്കിൽ ശുദ്ധപദാർത്ഥവും വ്യത്യസ്ത സ്വഭാവമുള്ളതാണെങ്കിൽ മിശ്രിതവുമാണ്. ക്ലിനിക്കൽ ലബോറട്ടറികളിൽ രക്തസാമ്പിളുകളിൽ നിന്നും രക്തകോശം വേർതിരിക്കാനും രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അവശിഷ്ടം വേഗത്തിൽ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. എന്താണ് സെൻട്രിഫ്യൂഗേഷൻ? ക്ലിനിക്കൽ ലബോകളിൽ രക്തസാമ്പിളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാം. അപ്പോൾ രക്തകോശം വേർതിരിക്കാനും രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അവശിഷ്ടം വേഗത്തിൽ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സെൻട്രിഫ്യൂജ്. അപ്പോൾ സെൻട്രിഫ്യൂഗേഷൻ എന്താണ്? നമ്മൾ ലാബുകളിൽ ഈ രക്തകോശം വേർതിരിക്കാനും രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അവശിഷ്ടം വേഗത്തിൽ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതിയും സെൻട്രിഫ്യൂഗേഷൻ ആണ്. ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേരുന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രോമാറ്റോഗ്രാഫി. എന്താണ് ക്രോമാറ്റോഗ്രാഫി? ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന